ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായി ഇരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായി സേഫായിട്ടൊക്കെ ഇരിക്കണു. ഇന്നെന്താണെന്നറിയില്ല, കുക്ക് ചെയ്യാൻ വലിയ മൂഡൊന്നും ഇല്ല കേട്ടോ. കാരണം പറഞ്ഞാൽ വീട്ടിൽ പോയി വന്ന് നല്ല മടി പിടിച്ചിരിക്കുകയാണ്. രാവിലെ രാവിലെയൊക്കെ പറഞ്ഞാൽ വീട്ടിലാകുമ്പോൾ ഉമ്മ പിന്നെ എണീക്കും വിളിക്കും ചായയും കടിയെല്ലാം ആക്കി വെച്ച് വിളിക്കലല്ലേ എല്ലാവരുടെയും പതിവ്. ഇവിടെ വന്നപ്പോൾ പിന്നെ നമ്മുടെ ഡ്യൂട്ടിയല്ലേ, സ്വയം വെച്ചുണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് വലിയൊരു തൃപ്തിയൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ അതിന് ടേസ്റ്റ് പിന്നെ കൂടുമല്ലോ. അങ്ങനെ ഞാൻ എന്താ പുട്ടൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചു. ആ വീഡിയോ ഒന്നും എടുത്തില്ല, എനിക്ക് വലിയ മൂഡൊന്നും ഇല്ല. പിന്നെ ഇന്നലെ പച്ച മാന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചു. ചോറിന് വെള്ളം വെച്ചതാ, ചോറ് വേകാനായി. ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഇന്നിപ്പോൾ സമയം ഒരു 12:30 ആയിക്കണം കേട്ടോ. നമ്മളിന്ന് ചോറ് വയ്ക്കാൻ 2-2:30 മണിയൊക്കെ ആയി. പക്ഷേ എനിക്കെന്തോ വീഡിയോ എടുക്കാനും തോന്നണില്ല, കുക്ക് ചെയ്യാനൊന്നിനൊരു മൂഡില്ല. ഇന്നലെയാണ് വീട്ടിൽ പോയി വന്നത്. വീട്ടിലാകുമ്പോൾ എല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തലും എല്ലാം കൊണ്ടൊരു റാഹത്തല്ലേ നമുക്ക്. ഇതിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ അതിന് വലിയ ടേസ്റ്റും നമുക്ക് തോന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഇന്നിപ്പോൾ പരിപ്പും ഇടിച്ചക്കയും കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നപ്പോൾ. വീട്ടിൽ എൻ്റെ ഇവിടെ ചക്ക ഉണ്ടായിരിക്കണു, ചക്ക പ്ലാവിൽ ആദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇടിച്ചക്ക പ്രായം കഴിഞ്ഞു കുറേയൊക്കെ. അപ്പോൾ ഇടിച്ചക്ക പ്രായമായ ഒന്നുണ്ടായിരുന്നു, അത് ഇക്കാനോട് പൊട്ടിച്ചേരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പൊട്ടിച്ചെന്നപ്പോൾ ഞാൻ വേഗം പരിപ്പിന് തക്കാളിയും പരിപ്പും ഉള്ളിയെല്ലാം ഇട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഇക്ക ഇടിച്ചക്ക പൊട്ടിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഞാൻ നേരാക്കാൻ നിന്നു. ഇടിച്ചക്കൊക്കെ നേരാക്കാൻ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഉമ്മമാരുടെ കയ്യിൽ കൊടുക്കണമല്ലേ ശരിക്കും. അവരാകുമ്പോൾ അതിൻ്റെ ആക്കത്തിൽ നമുക്ക് നേരാക്കി തരും. ആദ്യമൊക്കെ എനിക്ക് ഉമ്മേനെ ഈ ഇടിച്ചക്ക കൂർക്ക അങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ, മുരിങ്ങ ഊരൽ അതൊക്കെ ഇക്കാനും ഉമ്മയായിരുന്നു കേട്ടോ ചെയ്തു തരുന്നില്ല ആദ്യമൊക്കെ. ഞാൻ തറവാട്ടിൽ അപ്പുറത്ത് ഇരിക്കുമ്പോൾ. ഇപ്പം ഞങ്ങൾ സ്വന്തം വീടൊക്കെ ആയപ്പോൾ എല്ലാതും എൻ്റെ കൈ കൊണ്ട് തന്നെ ആവണ്ടേ. പിന്നെ അത് മടിയാണ്. ഇങ്ങനത്തെ കൂർക്കയും ഇടിച്ചക്ക എന്നൊക്കെ പറയുമ്പോൾ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇതൊക്കെ നമുക്ക് ഒരു സീസണിലല്ലേ കിട്ടുള്ളൂ, എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ അവിടെ ഉണ്ടായതല്ലേ വേണ്ടി പിന്നെ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് മുറിച്ചു. ആദ്യം മീൻ പച്ചമാന്തളായിരുന്നു, അത് വറ്റിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടപ്പോൾ ശരി എന്നൊക്കെയും പറഞ്ഞു, നമുക്ക് ഇടിച്ചക്ക ഉപ്പേരി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ വേണ്ട, നമുക്ക് കറി വെക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അത് അതിലേക്ക് നിന്നു. എനിക്കത് പൊട്ടിച്ചുകൊണ്ട് പിന്നെ ഞാനത് കംപ്ലീറ്റ് നേരാക്കി എടുത്തു. ചെറുതൊന്നാട്ടോ പൊട്ടിച്ചത്. ഞങ്ങളിപ്പോൾ ചെറിയ കുടുംബമല്ലേ, ഞങ്ങൾക്ക് അധികമൊന്നും വേണ്ടല്ലോ. ഞാനും ഇക്കയും കുട്ടിയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തറവാട്ടിലാണ് ഉമ്മയും കാൻ്റെ അനിയനും അവരൊക്കെ, ഭാര്യയും കുട്ടികളൊക്കെ. അപ്പോൾ പിന്നെ നിറയൊന്നും വേണ്ടല്ലോ, ചെറിയൊരു കറിയൊക്കെ മതി. എത്ര ചെറുതായി വെച്ചാലും എപ്പോഴും ബാക്കിയാവും. കുട്ടിക്ക് അങ്ങനെ കറിയൊന്നും വേണ്ടല്ലോ. അവൾക്ക് ഈ മുട്ട പൊരിച്ചത് മീൻ പൊരിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. കറി അധികം ഉപയോഗിക്കുകയൊന്നുമില്ല അവൾ. പിന്നെ ഇപ്പോൾ ഞാനും ഇക്ക തന്നെ. പിന്നെ ഇക്കയാണെങ്കിൽ പിന്നെയോ എന്ത് കറി വെച്ചാലും അതിൽ ചാറ് മാത്രമേ ഒഴിക്കാറുള്ളൂ. കഷ്ണങ്ങളൊക്കെ കൂട്ടണമെങ്കിൽ ഞാൻ തന്നെ കൂട്ടണം. അതുകൊണ്ട് പച്ചക്കറി വാങ്ങിയാലും എന്ത് വാങ്ങിയാലും ഇവിടെ ബാക്കിയാവും. എന്നും അങ്ങനെ തന്നെയാണ്. മീനും മുട്ടയൊക്കെ നന്നായി കഴിക്കും. പക്ഷേ ഈ പച്ചക്കറിയോടൊന്നും ഇക്കാക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ വെച്ച് നന്നായി കഴിക്കും. അതേപോലെ തന്നെ ഉപ്പേരിയിൽ കുറുക്കുപ്പേരി, പയറുപ്പേരി, ഈ 2 ഉപ്പേരി തന്നെ നല്ലോണം കഴിക്കുള്ളൂ. വേറെ എന്ത് ഉപ്പേരി വെച്ച് കൊടുത്താലും ഇക്കാക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, കഴിക്കൂല. അപ്പോഴും ഞാൻ മുട്ട പൊരിച്ച് കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് പച്ചക്കറിക്കൊന്നും അത്ര ചിലവില്ല. മീനും മുട്ട ഇറച്ചിയൊക്കെ ആഴ്ചയിൽ എങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ അത് നന്നായി കഴിയും. മീൻ ഇങ്ങനെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മേടിക്കും. പിന്നെ ഇറച്ചിയൊക്കെ ചിക്കനോ ബീഫൊക്കെ ആണെങ്കിൽ കാക്ക് ലീവിനനുസരിച്ച് എങ്ങനെ ആഴ്ചയിൽ ഒരു ട്രിപ്പ് എന്തായാലും മേടിക്കും. അങ്ങനെ പോണു. പിന്നെ അത് അടിച്ചൊക്കെ ഞാൻ നേരാക്കി എടുക്കുമ്പോഴേക്കും എൻ്റെ പരിപ്പ് അവിടെ വെന്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അടിക്കലും തുടയ്ക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞു. തിരുമ്മാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പാവയ്ക്ക ഞാനില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൂട്ടിയിടൊന്നും ഇല്ല കേട്ടോ. ഒക്കെ എനിക്ക് നല്ല സഹായമാണ്. ഇക്കാൻ്റെയൊക്കെ തിരുമ്പിയിട്ടിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് കൈ കൊണ്ടിന് തിരുമ്മണമല്ലോ. മേടിക്കണമെന്ന് വിചാരിക്കണമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം കൂടി എത്തി വരണ്ടേ. അങ്ങനെ ഇപ്പോൾ ഇക്കാൻ്റെയൊക്കെ തിരുമ്പിയിട്ടുകൊണ്ട് എനിക്ക് അധികം തീരുമാനമില്ല. എന്നാലും ഞാൻ ഇന്നലെയൊക്കെ ഞാൻ പോയി വന്നതും എൻ്റെ ഡ്രസ്സും അങ്ങനെ കുട്ടിൻ്റെയും അങ്ങനെയൊക്കെ തന്നെ കുറച്ചൊക്കെ തീരുമാനമുള്ളൂ. അതൊക്കെ നമുക്ക് സോപ്പ് പൊടിയിൽ കൊണ്ട് മുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ മുക്കി വെച്ചിട്ട് തിരുമ്പി എടുത്തതിന് ശേഷം അതൊക്കെ ഈ പരിപാടിക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് നിന്നത്. എന്നിട്ട് കൂട്ടാൻ വയ്ക്കുമ്പോഴേക്കും സമയം 1 മണിയൊക്കെ ആയിട്ടോ. ശരിക്കും 1 മണിയായി കൂട്ടാൻ വയ്ക്കുമ്പോഴേക്കും. അങ്ങനെ കൂട്ടാൻ വെച്ച് പിന്നെ ഇക്കാക്ക് ഇവിടെ ഒരു മരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി വരുമ്പോൾ നേരം വൈകി. ഞങ്ങൾ ചോറ് വയ്ക്കുമ്പോൾ ഇന്ന് 2:30 ആയി ഫുഡ് കഴിക്കുമ്പോഴേക്കും. അങ്ങനെ മീൻ മസാലയൊക്കെ തിരുമ്പി വെച്ചതാണ്. പിന്നെ
കുക്കറിലേക്ക് എല്ലാം ഇട്ടു. അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് വേവിക്കാൻ വയ്ക്കുക. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വർത്തമാനം? വെക്കേഷനിൽ എല്ലാവരും വിരുന്നൊക്കെ പോയി വീട്ടിലെത്തിയിട്ടുണ്ടാവില്ലേ? സ്കൂളൊക്കെ തുറന്നല്ലോ ഇന്ന് എല്ലാവർക്കും. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പോയി ഭയങ്കര മടി വീഡിയോ എടുക്കാനും അതിനൊക്കെ ഭയങ്കര മടി. വീട്ടിൽ പോയാൽ മെയിൻ നമ്മുടെ ഹോബി എന്താണ്? തീറ്റ, ഉറക്കം. ഇതല്ലേ മെയിനായിട്ടുള്ള ഹോബി. ഞാനും അങ്ങനെ കേട്ടോ, നന്നായിട്ട് ഉറങ്ങും. രാവിലെയൊക്കെ നല്ല വൈകിട്ടാണ് എണീക്കുള്ളൂ. ഉച്ചയ്ക്കും കിടക്കും, ചോറുണ്ട് കുളി നിസ്കാരമൊക്കെ ഞാൻ അവളും കിടക്കും. കുട്ടീൻ്റെ കൂടെ കിടക്കും, കുട്ടി കളിക്കും. എന്നെ അവിടെ വെച്ചാൽ എൻ്റെ വീട്ടിൽ അപ്പുറത്ത് തന്നെ മാമാരുടെ വീട്, എളാപ്പാരുടെ വീടൊക്കെ അടുത്താണ്. അവരുടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നൊന്നും ഒരു ഇതൊന്നും ഇല്ലല്ലോ. അവളെ അമ്മ നോക്കും. പിന്നെ താത്താരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും വെക്കേഷൻ ലീവല്ലേ. അപ്പോൾ അവനൊക്കെ കുട്ടികളായിട്ട് കളിക്കുമ്പോൾ നമുക്ക് കുട്ടീനെ നോക്കിയിരിക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഉറങ്ങും. ഇവിടെ എനിക്ക് ഉറങ്ങാനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എത്ര മണി ഉറങ്ങാൻ ഒറ്റയ്ക്ക് അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് വീട്ടിൽ പോയി കിട്ടുന്ന ഒരു സുഖം ഒരു പ്രത്യേക തന്നെയല്ലേ. പണിയെടുക്കണ്ടല്ലോ, അതല്ലേ ഒന്നാമത്തെ കാര്യം. അപ്പോൾ പിന്നെ കറിയൊക്കെ ആയി, ഞങ്ങളതാ ചോറ് വയ്ക്കുകയാണ്. പിന്നെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീച്ചു. പിന്നെ ഞങ്ങൾ ഇന്നലെ കടല വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുക്കറിലിട്ട് പുഴുക്കാൻ വെച്ചു. പിന്നെന്താണ്, പിന്നെ കുട്ടിക്ക് നൂഡിൽസ് വേണം പറഞ്ഞിട്ട് അവൾക്കത് ഉണ്ടാക്കണം പറഞ്ഞിട്ട് അതൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കത് ഉണ്ടാക്കി. പിന്നെ അപ്പോഴേക്കും ഉമ്മ അവിടെ അപ്പുറത്തെ ഇലയട ഉണ്ടാക്കി പറഞ്ഞിട്ട് അതും കൊണ്ടുവന്നു. അതെല്ലാം കൊണ്ടുവന്ന് ചായ പരിപാടിയൊക്കെ ഉഷാറായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ നന്നായി കഴിച്ചു. ഇപ്പോൾ രാത്രി ഇനിയിപ്പോൾ ചോറൊന്നും ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ അവൾക്ക് ആ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾക്കിനി ചോറ് വേണ്ട, അവളും അത് കഴിച്ചു. ഞങ്ങളിതൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് രാത്രിക്ക് ചോറൊന്നും വേണ്ട എന്നൊക്കെ പറയണു. അങ്ങനെ ഇക്ക ഇവിടെ ഉണ്ടല്ലോ, ഇക്കാക്ക് ടാപ്പിങ് വെൽഡിങ് വർക്കാണ്. അപ്പോൾ ഒന്നരാടെ ടാപ്പിംഗ് ആകുമ്പോൾ അവിടെ വീട്ടിലുണ്ടാവും. അതിൽ അത്യാവശ്യം വർക്ക്, അർജൻറ്റ് വർക്കാണെങ്കിൽ മാത്രമേ പോവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും വെക്കേഷനൊക്കെ ആയി പോയി വന്നില്ലേ. പാലക്കാട് ഫെസ്റ്റൊക്കെ നടക്കുന്നതിൻ്റെ വീഡിയോ കണ്ടില്ലേ അല്ലേ? എല്ലാവരും പോവാട്ടോ, മിസ് ചെയ്യല്ലേ. കുട്ടികളെ കൊണ്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എല്ലാവരും പോയിട്ട് വരിക. മാക്സിമം പോകാൻ പറ്റുന്നവർക്ക് പോവുക. നന്നായിട്ടുണ്ട് കാണാൻ. പിന്നെതാ അവൾക്കതാ നൂഡിൽസ്, അവൾ ഉറങ്ങി എണീച്ചിട്ടില്ല. അപ്പോഴേക്കും അവൾക്ക് ഉണ്ടാക്കി വെച്ചത് അറിയാം. കഴിച്ച് പിന്നെ അവളപ്പുറത്ത് അനിയൻ്റെ കുട്ടികൾ, അപ്പുറത്തൊക്കെ കുട്ടികളുണ്ട്, അവൻ്റെ എല്ലാവരും കൂടി കളിക്കും. പിന്നെ മഹരിബ് പോകാൻ കൊടുക്കാൻ അവളെ വീട്ടിലേക്ക് കയറുള്ളൂ. അപ്പോൾ പിന്നെ അവളെ പിന്നെ മേലെ കഴുകി പിന്നെ അവളങ്ങനെ ഉള്ളിൽ കയറും. സ്കൂളിൽ ചേർത്തിയിട്ടൊന്നുമില്ലല്ലോ, അംഗൻവാടിയല്ല, അതുകൊണ്ട് വല്ലാണ്ട് പഠിപ്പിക്കാനൊന്നും നിൽക്കില്ല. ഞാൻ എൻ്റെ പരിപാടി ഇങ്ങനെ നോക്കും. പിന്നെ അവൾ കളി സാധനങ്ങളടുത്ത് കുറേ ഉണ്ട്, അതൊക്കെ ഹാൾ കംപ്ലീറ്റ് കൊട്ടിയിട്ട് മഹരിബ് ബാങ്ക് കൊടുത്ത് മേലേക്ക് ഉള്ളിൽ കയറി വന്നാൽ ഹാളിൽ കംപ്ലീറ്റ് കൊട്ടിയിട്ട് അങ്ങോട്ട് പരത്തി അങ്ങോട്ട് ഇടും. എന്നിട്ട് അത് ഞാൻ തന്നെ പെറുക്കി വെക്കണം. അവൾ പെറുക്കൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അവൾക്കത് കൊടുത്തു ചായൻ്റെ ഒപ്പം. ഞാനൊന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറച്ച്, അവൾ ഇരുപതുകൊണ്ട് അത്ര കഴിക്കുമൊന്നുമില്ല. പിന്നെ അപ്പോഴേക്കും ഉമ്മ അവിടെ നിന്ന് ഇലയട കൊണ്ട് തന്നു. അപ്പോൾ അത് ഞങ്ങൾ പാത്രത്തിലിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം, നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഇലയട ഒന്നും കൂടി കാണിച്ചതാണ് കേട്ടോ. കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇലയുടെയും ചായയും, ഒരു ഗ്ലാസ് ചായയും മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. പിന്നെ കടലയൊക്കെ കഴിച്ചു. അവളുടെ നിന്ന് കുറച്ച് നൂഡിൽസും കഴിച്ചു കേട്ടോ.